എറണാകുളം കോതമംഗലത്ത് ഓട്ടോയിൽ മ്ലാവിടിച്ച് ഡ്രൈവറിന് ദാരുണാന്ത്യം. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി കോതമംഗലം കളപ്പാറയിലാണ് സംഭവം ഉണ്ടായത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ വന്യജീവി ശല്യം അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മരണങ്ങൾ. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്കറിയാൻ സാധിക്കുന്നത് ഓട്ടോയിൽ മ്ലാവിടിച്ച് ഡ്രൈവറിന് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിയാൻ കഴിയുന്നു ജിജീഷ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കീഴമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വെച്ചാണ് ഈ കളപ്പാറയിൽ വെച്ചാണ് വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ലാവ് എടുത്തു ചാടി ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. എളമ്പശ്ശേരിക്കുടിയിലുള്ള ഒരാളുടെ കൈ മുറിഞ്ഞതിനെ തുടർന്ന് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് വിജിൽ നാരായണന് ഈ ഒരു അപകടം ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 3 യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട വിജിലിനെ കൂടെ ഉണ്ടായിരുന്നവരും ഒപ്പം തന്നെ വനം വകുപ്പിലെ ജീവനക്കാരും ചേർന്ന് ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയും ഒപ്പം തന്നെ 2 ചെറിയ കുട്ടികളുമാണുള്ളത്. രോഗിയായ മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു വിജിൽ. നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെയും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ, കാട്ടാനയുടെ അടക്കമുള്ള ആക്രമണത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു തരം സംഭവങ്ങൾ ഒരു തുടർക്കഥയാകുന്നു, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇനിയും ഭീതിയോടെ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, ശക്തമായ നടപടികൾ ഉണ്ടാകണം. ആ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. മാത്രമല്ല, വന്യമൃഗങ്ങൾ പരിരക്ഷിക്കപ്പെടേണ്ട വന്യമൃഗങ്ങൾ അവയുടെ സ്ഥിതിയും കഷ്ടമാണ് എന്നുള്ളതാണ്. ഈ കോതമംഗലത്തെ ഈ മ്ലാവ് റോഡിന് വട്ടം ചാടുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മ്ലാവുകൾ ചത്തിട്ടുണ്ട്, വാഹനം ഇടിച്ച്. ഈ പറഞ്ഞതുപോലെയാണ്, ഈ വാഹനം ഓടിക്കുന്ന ആൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സ്ഥിരമായിട്ടൊരു പരിഹാരം കാണാൻ ഇതുവരെ അധികൃതർക്ക്, ഫോറസ്റ്റുകാർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിങ്ങനെ എപ്പോഴും മ്ലാവ് ഇങ്ങനെ റോഡിലേക്ക് ചാടി ഇറങ്ങുന്ന ഒരു ഏരിയ ആണെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും നിരവധി ഇതുപോലെ തന്നെ മ്ലാവടക്കമുള്ള ജീവികൾ അവർക്കാണെങ്കിലും അപകടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്ന ആ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പ് അത് മരണത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഹന യാത്രക്കാർ പല ഘട്ടങ്ങളിലും അപകടത്തിൽപ്പെടുന്ന, ഇരുചക്ര വാഹന യാത്രക്കാരടക്കം അപകടങ്ങളിൽ പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് ഇത്തരത്തിൽ മ്ലാവുകൾക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന, മ്ലാവുകൾ ചാവുന്നതുമായ ആ സ്ഥിതി, അത്തരം സംഭവങ്ങളും നിരവധി സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കർശനമായ നടപടി ഇത് തന്നെയാണ് ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ ആ പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ റോഡിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കോ റോഡിലേക്കോ ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുക. അത് ഇത്തരത്തിൽ മൃഗങ്ങളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ, ആ പ്രദേശങ്ങളിൽ വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അത്തരം നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അടക്കം കൃത്യമായി തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ച മനസ്സിലാക്കാൻ കഴിയും. കാരണം നടപടികൾ എടുക്കുന്ന, ആവർത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും എങ്ങനെ ഇത് പരിഹരിക്കാം എന്നത് ആലോചിക്കുന്നതിന് പകരം താൽക്കാലികമായ പ്രശ്നപരിഹാരം, അല്ലെങ്കിൽ ജനങ്ങളെ തണുപ്പിച്ചതിനു ശേഷം, അവരെ ശാന്തരാക്കിയതിനു ശേഷം വീണ്ടും എല്ലാം പഴയപടിയിലേക്ക് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കോതമംഗലത്ത് ഓട്ടോയിൽ മ്ലാവിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയവും പ്രതീക്ഷയും ഒക്കെയായിരുന്ന യുവാവാണ്. ഇന്നലെ രാത്രി കോതമംഗലം കളപ്പാറയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പക്ഷേ അവരുടെ പരുക്ക് സാരമല്ല എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിക്കൊണ്ടിരുന്നത്.